നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുപ്രസിദ്ധ അധോലോക ഗുണ്ടാ തലവൻ ദാവൂദ് ഇബ്രാഹിമിന്റെ മഹാരാഷ്ട്രയിലെ പൂർവിക സ്വത്തുക്കൾ ലേലം ചെയ്തത് 2 കോടി രൂപയ്ക്ക്. 19 ലക്ഷം രൂപയിൽ തുടങ്ങിയ ലേലമാണ് 2 കോടിയിലേക്ക് എത്തിയത്. മുൻ ശിവസേന നേതാവ് അജയ് ശ്രീവാസ്തവയാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ സ്വത്തുക്കൾ ലേലത്തിൽ വാങ്ങിയത്. ഈ സ്ഥലത്ത് സനാതൻ സ്കൂൾ സ്ഥാപിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് അജയ് ശ്രീവാസ്തവ പറഞ്ഞു. ദാവൂദ് ഇബ്രാഹിമിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ദാവൂദിന്റെ വസ്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതെന്ന് അജയ് ശ്രീവാസ്തവ പറയുന്നു. എനിക്ക് ദാവൂദിനെ തോൽപ്പിക്കണം. എവിടെയാണോ ദാവൂദ് താമസിച്ചത് അവിടെ എനിക്ക് താമസിക്കണം. ഇപ്പോൾ വാങ്ങിയ സ്ഥലത്തിന് ചുറ്റുമുള്ള സ്ഥലം വാങ്ങിയത് ഞാനാണ്. ഈ ചെറിയ സ്ഥലം മാത്രമാണ് ഒഴിവായത്. അതുകൊണ്ടാണ് ഈ സ്ഥലവും വലിയ വില നൽകി വാങ്ങിയത്, അജയ് പറഞ്ഞു. 15,000 രൂപ അടിസ്ഥാന വിലയിട്ടിരുന്ന സ്ഥലം 2 കോടി രൂപയ്ക്കാണ് വാങ്ങിയത്. ദാവൂദുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ കുറെ വർഷമായി ലേലത്തിൽ വാങ്ങിക്കുന്ന ആളാണ് അജയ് ശ്രീവാസ്തവ. 2001 ദാവൂദിന്റെ സ്ഥലം ലേലത്തിൽ വെച്ചെങ്കിലും ആരും വാങ്ങാൻ വന്നില്ലെന്ന് അജയ് ശ്രീവാസ്തവ പറഞ്ഞു. ഭയം മൂലമാണ് ആരും ലേലത്തിൽ പങ്കെടുക്കാൻ തയ്യാറാകാതിരുന്നത്. തുടർന്നാണ് താൻ ലേലത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. നാഗ്പടയിലെ ദാവൂദിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന 2 കടകൾ ശ്രീവാസ്തവ വാങ്ങി. അന്ന് ലേലത്തിൽ പങ്കെടുത്തത് ശ്രീവാസ്തവ മാത്രമായിരുന്നു. എന്നാൽ ദാവൂദിന്റെ സഹോദരി ഹസീന പാർക്കറുടെ മക്കൾ കോടതിയെ സമീപിച്ചതോടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുകയാണ്. 2011 മുംബൈയിലെ കോടതി ശ്രീവാസ്തവയ്ക്ക് അനുകൂലമായി വിധിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്താണ് ഹസീനയുടെ മക്കൾ മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചത്. താൻ ലേലത്തിൽ പങ്കെടുത്തതോടെ കൂടുതൽ ആളുകൾ ലേലത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നുവെന്ന് ശ്രീവാസ്തവ പറഞ്ഞു. 11 വർഷം മുൻപ് ദാവൂദിന്റെ സംഘത്തിൽ നിന്ന് ഭീഷണി സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് എനിക്ക് Z+ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. 4 വർഷം മുൻപ് ദാവൂദിന്റെ കുടുംബം അഭിഭാഷകൻ വഴി എന്നെ ബന്ധപ്പെട്ടു. ലേലത്തിൽ പിടിച്ചെടുത്ത സ്ഥലം തിരികെ നൽകണമെന്നും എത്ര പണം ആവശ്യമാണെങ്കിലും നൽകാമെന്നും അറിയിച്ചു. എന്നാൽ ഞാൻ നിരസിച്ചു. എന്റെ ലക്ഷ്യം പണമുണ്ടാക്കലായിരുന്നില്ല, ശ്രീവാസ്തവ പറഞ്ഞു. 2020 ദാവൂദിന്റെ കുടുംബ വസതി ശ്രീവാസ്തവ വാങ്ങിയിരുന്നു. അവിടെ മദ്രസകൾ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഹിന്ദു സ്കൂൾ നിർമ്മിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി സനാതന ധർമ്മ പാഠശാല രൂപീകരിച്ചു. ദാവൂദിന്റെ കുടുംബ വസതിയോട് അടുത്തുള്ള സ്ഥലമാണ് കഴിഞ്ഞ ദിവസം വാങ്ങിയത്. ഈ സ്ഥലം മറ്റാരെങ്കിലും ലേലത്തിൽ വാങ്ങിയാൽ അടുത്തുള്ള മറ്റു സ്ഥലങ്ങളുടെ മൂല്യം നഷ്ടമാകും. അതാണ് ഉയർന്ന തുക നൽകി ഈ സ്ഥലവും വാങ്ങിയതെന്നും ശ്രീവാസ്തവ പറഞ്ഞു. ജ്യോതിഷപ്രകാരമാണ് സ്ഥലം വാങ്ങിയതെന്നും ശ്രീവാസ്തവ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്കും കള്ളക്കടത്തുകാർക്കും എതിരെയുള്ള നിയമപ്രകാരം കണ്ടുകെട്ടിയ സ്വത്തുക്കളാണ് ലേലത്തിൽ വെച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരമാണ് ലേലത്തിൽ വെച്ചത്. 4 വസ്തുക്കൾ ലേലത്തിൽ വെച്ചതിൽ 2 എണ്ണം സ്വന്തമാക്കാൻ ആരും മുൻപോട്ട് വന്നില്ല. ദാവൂദിന്റെയും ബന്ധുക്കളുടെയും പേരിലുള്ള 11 സ്വത്തുക്കൾ ഇപ്രകാരം കണ്ടുകെട്ടിയതിന് ശേഷം ലേലം ചെയ്തിരുന്നു. 18.5 ലക്ഷത്തോളം വില മതിക്കുന്ന വസ്തുക്കളാണ് ലേലം ചെയ്യുന്നത്. ഈ ലേലം, ടെൻഡർ എന്നിങ്ങനെ 3 വിധത്തിലാണ് ലേലം നടന്നത്.